Hello, welcome back. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് പി ചാർട്ട് അതുപോലെ എൻ പി ചാർട്ട് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് ആദ്യം നമ്മൾ പി ചാർട്ടിനെ കുറിച്ച് പറയുന്നു. ഫ്രാക്ഷൻ നോൺ കൺഫോമിംഗ് ചാർട്ട് എന്ന മറ്റൊരു പേരും ഇതിനുണ്ട്, അല്ലെങ്കിൽ കൺട്രോൾ ചാർട്ട് ഫോർ ഡിഫക്റ്റീവ്. ഓക്കെ, ഈ ഫ്രാക്ഷൻ നോൺ കൺഫോമിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് നോൺ കൺഫോമിംഗ് യൂണിറ്റ്സ് ഇൻ എ പോപ്പുലേഷൻ ടു ദി ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ ദി പോപ്പുലേഷൻ. ഇപ്പോൾ ഒരു 100 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ 5 യൂണിറ്റ് ഡിഫക്റ്റീവാണ്. ഇപ്പോൾ 100 യൂണിറ്റിൽ 5 യൂണിറ്റ് ഡിഫക്റ്റീവ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം 5/100 ആണ് അതിൻ്റെ ഫ്രാക്ഷൻ നോൺ കൺഫോമിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഡിഫക്റ്റീവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബേസിൽ ഇപ്പോൾ ഒരു പോപ്പുലേഷൻ മൊത്തം ഒരു പ്രൊഡക്ഷനിൽ അതിൻ്റെ ഈ ഫ്രാക്ഷൻ നോൺ കൺഫോമിംഗ് ആണ് നമുക്ക് മോണിറ്റർ ചെയ്യേണ്ടതെങ്കിൽ, കൺട്രോൾ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കൺട്രോൾ ചാർട്ടാണ് പി ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അത് സാധാരണഗതിയിൽ ഡെസിമലായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി അത് പെർസെൻറ്റേജിലാക്കണമെങ്കിൽ യു ഹാവ് ടു മൾട്ടിപ്ലൈ ദിസ് വിത്ത് 100 ടൈംസ് ദ ഫ്രാക്ഷൻ നോൺ കൺഫോമിങ്. 100% ടൈംസ് എന്നാണ് ഞാൻ ഇവിടെ നോട്ട് കൊടുത്തിരിക്കുന്നത്. അത് കറക്റ്റ് ചെയ്യണം. 100 ടൈംസ് ആണ്, നോട്ട് 100% ടൈംസ്. ഫ്രാക്ഷൻ മിക്കവാറും ഡെസിമലായിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, എങ്ങനെയാണ് ഈ കൺട്രോൾ ചാർട്ട് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ബേസിസ് എന്താണെന്ന് നോക്കാം. ഇവിടെ സപ്പോസ് the production process is operating in a stable manner such that the probability that any unit will not conform to specifications is capital P, and suppose that the successive units produced are independent. Okay, then each unit produced is a realization of Bernoulli random variable. കാര്യം യൂണിറ്റിനെ നമ്മൾ ഒന്നുകിൽ ഡിഫക്റ്റീവ് അല്ലെങ്കിൽ നോൺ ഡിഫക്റ്റീവ് എന്നാണ് എടുക്കുന്നത്. ഡിഫക്റ്റീവിനെ സക്സസ് എന്നും നോൺ ഡിഫക്റ്റീവിനെ ഫെയിലർ എന്നും നമ്മൾ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ കൺസിഡർ എ ബെർണോളി ട്രയൽ. ഓക്കെ, then each unit produced is a realization of Bernoulli random variable with the parameter capital P. What is capital P? P is the probability that any unit will not conform to specification, that is any unit is defective. Okay, and suppose you are taking a random sample of n units. ഒരു rational sample എടുക്കുകയാണ്. A random sample of n units of the product is selected, and suppose capital D is the number of units of the product that are defective, that are non-conforming. Then you know D has a binomial distribution with the probability function, probability that D equal to x equal to ncx p to the power of x 1 minus p to the power of n minus x, x equal to 0 1 2 3 etc. n. Okay, അതായത് D equal to x എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ് ഈക്വൽ ടു എക്സ്. അതിൻ്റെ പ്രോബബിലിറ്റി ncx p to the power of x 1 minus p to the power of n minus x in x equal to 1 2 3 etc. n. സാമ്പിൾ സൈസ് n ആയതുകൊണ്ട് x takes the value 0 to n. ഒരു പക്ഷേ ഒരു ഡിഫക്റ്റീവ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഡിഫക്റ്റീവ് ഉണ്ടാവും, അല്ലെങ്കിൽ 2 ഡിഫക്റ്റീവ് ഉണ്ടാവും. അങ്ങനെ പരമാവധി n ഡിഫക്റ്റീവ്സ് ആയിരിക്കാം ഒരു സാമ്പിൾ ഉണ്ടാവുന്നത്. ഓക്കെ, ആൻഡ് suppose that the mean and standard deviation of D, since D is a binomial random variable, you know expected value of D equal to NP and variance equal to root of NP into 1 minus P. Okay, then the sample fraction non-conforming is defined as the ratio of the number of non-conforming units in the sample D to the sample size n. അതായത് P എന്ന് പറയുന്നത്
small p എന്ന് പറയുന്നത് d by n ആയിരിക്കും. What is small p? Small p is the sample fraction defective. Okay? Capital P എന്ന് പറയുന്നത് it is the parameter of the binomial distribution which is the probability that any unit produced is defective. Small p യും capital p യും വ്യത്യസ്തമാണ്. അത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ക്യാപിറ്റൽ പി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ദാറ്റ് എനി യൂണിറ്റ് ഓഫ് ദ പ്രോഡക്റ്റ് ഈസ് ഡിഫക്റ്റീവ് ആൻഡ് സ്മോൾ പി ഈസ് ദി സാമ്പിൾ ഫ്രാക്ഷൻ ഡിഫക്റ്റീവ്. ദാറ്റ് ഈസ് സ്മോൾ ആൻഡ് സൈസുള്ള ഒരു സാമ്പിളിൽ ക്യാപിറ്റൽ ഡി ഡിഫക്റ്റീവ്സ് ആണുള്ളത്. അപ്പോൾ അതിൻ്റെ റേഷ്യോ ആണ് സ്മോൾ പി എന്ന് പറയുന്നത്. ഓക്കെ, പി എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക് ആണ്. അതിൻ്റെ എക്സ്പെക്റ്റേഷൻ, അതായത് മ്യൂ പി എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് ഡി ബൈ എൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പി, and standard deviation is root of pq divided by n, that you can easily obtain, where capital Q is equal to 1 minus p. Okay, then we can develop a control chart. ഇവിടെ രണ്ട് കേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒന്ന് സ്റ്റാൻഡേർഡ് ഗിവൺ കേസ്, അതായത് ക്യാപിറ്റൽ പി എന്ന് പറയുന്നത് ഒരു എസ്റ്റാബ്ലിഷ്ഡ് വാല്യൂ ആണെന്ന് വിചാരിക്കാം. Standard given case. Suppose the true fraction non-conforming capital P of the production process is known or having a specified standard value. Then what are the parameters of the control chart? നമുക്കറിയാം general theory LCL equal to mu p minus 3 times sigma p ആണ്. mu p എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടു ക്യാപിറ്റൽ പി ആണ്. അതുപോലെ സിഗ്മ പി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് പി ക്യു ബൈ എൻ ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ജനറൽ തിയറി പ്രകാരം കൺട്രോൾ ചാർട്ട്സിൻ്റെ ലോവർ കൺട്രോൾ ലിമിറ്റ് ക്യാപിറ്റൽ പി മൈനസ് 3 ഇൻറ്റു റൂട്ട് ഓഫ് ക്യാപിറ്റൽ പി ഇൻറ്റു ക്യാപിറ്റൽ ക്യു ഡിവൈഡഡ് ബൈ എൻ. സെൻട്രൽ ലൈൻ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പി, അപ്പർ കൺട്രോൾ ലിമിറ്റ് ഈസ് ഈക്വൽ ടു പി പ്ലസ് 3 ഇൻറ്റു റൂട്ട് ഓഫ് പി ക്യു ഡിവൈഡഡ് ബൈ എൻ. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ജനറൽ തിയറിയാണ്. അതായത് ഈ എൽ സി എൽ ഈക്വൽ ടു മ്യൂ പി മൈനസ് 3 സിഗ്മ പി, സെൻട്രൽ ലൈൻ ഈസ് ഈക്വൽ ടു മ്യൂ പി, യു സി എൽ ഈസ് ഈക്വൽ ടു മ്യൂ പി പ്ലസ് 3 സിഗ്മ പി. ഇവിടെ ഈ ഫോർമുലയിൽ ഞാൻ ചെറിയൊരു തെറ്റ് വരുത്തിയിട്ടുണ്ട്. യു സി എൽ ഈസ് ഈക്വൽ ടു മ്യൂ പി പ്ലസ് 3 സിഗ്മ പി ആണ്. പ്ലസ് 3 ഇൻറ്റു റൂട്ട് ഓഫ് പി ക്യു ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്നത് ഒഴിവാക്കണം. ഓക്കെ, so these are the control limits. ഇവിടെ ക്യാപിറ്റൽ പി പോലെ തന്നെ ക്യാപിറ്റൽ ക്യൂ നോൺ ആണ് എന്നുള്ള അസംഷനിലാണ് നമ്മളിത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എൽ സി എൽ നെഗറ്റീവ് ആണെങ്കിൽ എൽ സി എൽ ഈക്വൽ ടു 0 ആയിട്ട് ഫിക്സ് ചെയ്യാം. കാരണം ഈ എൽ സി എൽ ഒരിക്കലും നെഗറ്റീവ് ആവാൻ പാടില്ല. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ് നോട്ട് ഗിവൺ ആണെങ്കിൽ, അതായത് നമുക്ക് ക്യാപിറ്റൽ പിയുടെ വാല്യൂ നമുക്ക് അറിയില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ക്യാപിറ്റൽ പിയെ എസ്റ്റിമേറ്റ് ചെയ്യും. അതാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന ടെക്നിക്ക്. ക്യാപിറ്റൽ പിയെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു 20 മുതൽ 25 വരെ സാധാരണ നമ്മൾ ചെയ്യുന്നതാണത്. 20 മുതൽ 25 വരെ പ്രിലിമിനറി സാമ്പിൾസ് എടുക്കും. ഇൻ ജനറൽ സ്മോൾ പ്രിലിമിനറി സാമ്പിൾസ് നമ്മൾ സെലക്ട് ചെയ്യും. എന്നിട്ട് ക്യാപിറ്റൽ പിയെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും. ക്യാപിറ്റൽ പിയെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പി ബാർ ഉപയോഗിക്കാം. പി ബാർ ഈക്വൽ ടു സം ഓഫ് ഡിഫക്റ്റീവ്സ് ഇൻ ഓൾ സാമ്പിൾസ്, ദാറ്റ് ഈസ് സിഗ്മ ഈക്വൽ ടു 1 to m di divided by the total number of units in the m samples, m n, that is equal to sigma I equal to 1 to m pi by m. ഈ സ്റ്റാറ്റിസ്റ്റിക്, അതായത് പി ബാർ, സ്മോൾ പി ബാർ എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക് ക്യാപിറ്റൽ പിയെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. സോ യു സബ്സ്റ്റിറ്റ്യൂട്ട് പി ബാർ, സ്മോൾ പി ബാർ ഫോർ ക്യാപിറ്റൽ പി ആൻഡ് യു വിൽ ഗെറ്റ് ദി എൽ സി എൽ ആൻഡ് യു സി എൽ ലൈക്ക് ദിസ്. എൽ സി എൽ ഈക്വൽ ടു പി ബാർ മൈനസ് 3 ഇൻറ്റു റൂട്ട് ഓഫ് പി ബാർ ക്യൂ ബാർ ബൈ എൻ. Central line is equal to P bar, UCL equal to P bar plus 3 into root of P bar into Q bar divided by N, where Q bar can be easily computed as 1 minus P bar. Okay, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തു. ഈ രണ്ട് കേസ് എടുത്തു കഴിഞ്ഞാൽ, ഒന്ന് സ്റ്റാൻഡേർഡ് കേസ് ആണെങ്കിൽ, സ്റ്റാൻഡേർഡ് ഗിവൺ കേസ് ആണെങ്കിൽ പിയുടെ വാല്യൂ നമുക്കറിയാം. ഓക്കെ,
ഇനി സ്റ്റാൻഡേർഡ് നോട്ട് ഗിവൺ കേസ് ആണെങ്കിൽ പിയുടെ വാല്യൂ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നു, പ്രിലിമിനറി സാമ്പിൾസ് ഉപയോഗിച്ച് എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് നമ്മൾ കൺട്രോൾ ചാർട്ട് വരയ്ക്കുന്നു. അപ്പോൾ കൺട്രോൾ ചാർട്ട് വരയ്ക്കുമ്പോൾ ഇവിടുത്തെ ചാർട്ടിംഗ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് സാമ്പിൾ ഫ്രാക്ഷൻ ഡിഫക്റ്റീവ് ആണ്. അതായത് വെർട്ടിക്കൽ ആക്സിസിൽ, കൺട്രോൾ ചാർട്ടിൻ്റെ വെർട്ടിക്കൽ ആക്സിസിൽ നമ്മൾ പി വാല്യൂസ് ആണ് കൊടുക്കുക, പി ഐസ്, P1, P2, P3 എക്സെട്ര PM. ഓക്കെ, എന്നിട്ട് അത് സാമ്പിൾ നമ്പറിന് എഗൻസ്റ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്യുന്നു. അങ്ങനെ പ്ലോട്ട് ചെയ്യുന്ന കൺട്രോൾ ചാർട്ട് ആണ് നമ്മൾ ഇൻ്റർപ്രിട്ടേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഓക്കെ, ഇൻ ദിസ് panel you can see that vertical axis is sample fraction defective, that is PI. ഓക്കെ, എന്നിട്ട് കൺട്രോൾ ചാർട്ട് വരയ്ക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ലോവർ കൺട്രോൾ ലിമിറ്റ്, അപ്പർ കൺട്രോൾ ലിമിറ്റ്, സെൻട്രൽ ലൈൻ എല്ലാം ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം നേരത്തെ ചെയ്തതുപോലെ തന്നെ, എല്ലാ കൺട്രോൾ ചാർട്ടിലും ചെയ്യുന്നതുപോലെ തന്നെ പോയിൻറ്റ്സിനെ ലൈൻ സെഗ്മെൻറ്റ് കൊണ്ട് മാർക്ക് ചെയ്യാം. ഇൻ്റർപ്രിട്ടേഷനൊക്കെ എന്ന് പറഞ്ഞാൽ എക്സ് ബാർ ചാർട്ടിനും ആർ ചാർട്ടിനും എങ്ങനെയാണോ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്തത് അതേപോലെ തന്നെയാണ് ഈ പി ചാർട്ടും നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ തന്നെ ഈ കൺട്രോൾ ചാർട്ടിൽ നിങ്ങൾക്ക് കാണാം ചില പോയിൻറ്റ്സ്. ഉദാഹരണത്തിന് ഒരു 15ാമത്തെ പോയിൻ്റ് ആണെന്ന് തോന്നുന്നു, അപ്പർ കൺട്രോളിന് മുകളിലാണ്. അതുപോലെ തന്നെ 23ാമത്തെ പോയിൻ്റ് ആണെന്ന് തോന്നുന്നു, അപ്പർ കൺട്രോൾ ചാർട്ടിന് മുകളിലാണ്. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് ഗിവൺ കേസ് ആണെങ്കിലും ശരി, സ്റ്റാൻഡേർഡ് നോട്ട് ഗിവൺ കേസ് ആണെങ്കിലും ശരി, ഇൻ്റർപ്രിട്ടേഷനൊക്കെ ഒരുപോലെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഫേസ് 1 ആപ്ലിക്കേഷനിൽ നമ്മൾ എന്താണ് ചെയ്യുക? ഫേസ് 1 ആപ്ലിക്കേഷനിൽ നമ്മൾ ഈ 2 പോയിൻറ്റിനെ, ഇപ്പോൾ ഇവിടെ ഈ പിക്ചറിൽ കാണുന്ന 2 പോയിൻറ്റിനെ, 15ാമത്തെയും 23ാമത്തെയും പോയിൻറ്റിനെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യും. എന്നിട്ട് വീണ്ടും ഈ കൺട്രോൾ ചാർട്ട് മാറ്റി വരയ്ക്കും. അങ്ങനെ മാറ്റി വരയ്ക്കുമ്പോൾ കൺട്രോൾ ചാർട്ടിൽ ലിമിറ്റ്സിൽ ചിലപ്പം മാറ്റം ഉണ്ടാവും. നേരത്തെ കൺട്രോളിലായിരുന്ന ചില പോയിൻറ്റ്സ് ഒരുപക്ഷെ വീണ്ടും ഔട്ട് ഓഫ് കൺട്രോൾ ആയി എന്ന് വരും. ഇത് തുടർന്ന് എല്ലാ പോയിൻറ്റ്സും വിതിൻ കൺട്രോൾ ലിമിറ്റ്സ് ആകുന്നത് വരെ നമ്മൾ ഈ ഫേസ് 1 ആപ്ലിക്കേഷൻ തുടരും. അതിനുശേഷം നമ്മൾ ഫ്യൂച്ചർ കൺട്രോളിന് വേണ്ടിയിട്ട്, അതായത് ഫേസ് 2 ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഈ കൺട്രോൾ ചാർട്ട് തുടർന്ന് ഉപയോഗിക്കും. ഇതാണ് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത ചാർട്ടുകളിൽ പറഞ്ഞതുപോലെ തന്നെയാണ് പി ചാർട്ട് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് ഒരു കാര്യമാണ്, ഇതിൻ്റെ കൺട്രോൾ ചാർട്ട് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് ഈ ഡി എന്ന് പറയുന്ന വേരിയബിൾ, അതായത് നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ് എന്ന് പറയുന്ന വേരിയബിൾ ബൈനോമിയലാണ് എന്ന അസംഷനിലാണ്. കാര്യം ബൈനോമിയലാണല്ലോ, കാരണം ഈ യൂണിറ്റ് ഒന്നുകിൽ ഡിഫക്റ്റീവാണ് അല്ലെങ്കിൽ നോൺ ഡിഫക്റ്റീവാണ്, ഒന്നുകിൽ സക്സസ് അല്ലെങ്കിൽ ഫെയിലർ, ആ രീതിയിലാണ് വരുന്നത്. അതുകൊണ്ട് ബൈനോമിയലിൻ്റെ ബേസിലാണ് പി ചാർട്ടിൻ്റെ കൺട്രോൾ ചാർട്ട് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, താങ്ക് യു.